ഹായ് ഡിയേഴ്സ്, ചരിത്രമുറങ്ങുന്ന മലപ്പുറത്തിന്റെ മണ്ണിലെ കളക്ട്രേറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മുടെ കമ്പ്യൂട്ടർ TTC സ്റ്റുഡൻ്റായ ഷബാനയുടെ വിശേഷങ്ങൾ അറിയാനാണ് ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഷബാനയുടെ വിശേഷങ്ങളിലേക്ക് പോയാലോ? ഹായ് ഷബാന. ഹായ് മിസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം തന്നെ. ഇവിടെ എന്തൊക്കെ വർക്കുകളാണ് ഇയാൾ ചെയ്യുന്നത്? ഇവിടെ കാഴ്ചയില്ലാത്ത അധ്യാപകർക്ക് വേണ്ടി ഓഡിയോ റെക്കോർഡിംഗ് ബുക്കാണ്. അതായത് നമ്മുടെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ട് അവര് ഏത് ക്ലാസ്സിലാണോ പഠിപ്പിക്കുന്നത് അവർക്ക് ഏതാണോ അവര് ഇങ്ങോട്ട് ബുക്ക് കൊടുക്കുന്നത് അത് റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ PSന്റെ അപ്ഡേറ്റ് കാര്യങ്ങൾ, വൺ ടൈം രജിസ്ട്രേഷൻ, പിന്നെ അപേക്ഷ, അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ പ്രിന്റ് കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. ഒരുപാട് അക്കാഡമികളിൽ കമ്പ്യൂട്ടർ TTC കോഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ അക്കാഡമി തന്നെ ചൂസ് ചെയ്തത്? 12 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ കമ്പ്യൂട്ടർ TTC ചെയ്യാൻ വന്നത്. എൻ്റെ കൂടെ 10ാം ക്ലാസ് കഴിഞ്ഞിരുന്ന അതായത് ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഫ്രണ്ട്സ് IT അക്കാദമിയിൽ നിന്ന് കമ്പ്യൂട്ടർ TTC ചെയ്തിറങ്ങിയവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ IT അക്കാദമിയിൽ PPTTC പഠിച്ചതും വീണ്ടും ഇപ്പോൾ 2 വർഷം മുമ്പ് കമ്പ്യൂട്ടർ TTC പഠിച്ചവരും അങ്ങനത്തെ ഒരുപാട് പേരെ എനിക്കറിയാം എൻ്റെ ഈ 12 വർഷത്തെ എൻ്റെ ഫ്രണ്ട്സിൽ നിന്ന്. അതുപോലെ തന്നെ അവർക്ക് നല്ല ജോബ് സെറ്റായതും ഈ കമ്പ്യൂട്ടർ TTCയിൽ വർക്ക് ചെയ്തവരിൽ തന്നെ ജോബ് സെറ്റ് ആയതുകൊണ്ടും തന്നെ പിന്നെ അത് എന്തായിരുന്നു അവിടെ പഠിച്ചിരുന്നത് അന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈയിടെ ഒരു വർഷം മുമ്പാണ് എനിക്കങ്ങനെ ഒരു എന്തെങ്കിലും ഒരു കോഴ്സ് എടുത്ത് പഠിക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോഴാണ് ഞാൻ ഇവരുടെ അടുത്ത് അന്വേഷിച്ചത് നിങ്ങൾ എന്തായിരുന്നു അവിടെ പഠിച്ചിരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇവർ പറഞ്ഞു കമ്പ്യൂട്ടർ TTC ആണ് ഞങ്ങൾ ചെയ്തിരുന്നത് എന്ന് പറഞ്ഞു. അവർ വർക്കൊക്കെ പെട്ടെന്ന് തന്നെ സെറ്റായി. അതായത് ഈ കോഴ്സ് തീരും മുമ്പ് തന്നെ അവർ ഓരോ സ്ഥലത്ത് പ്ലേസ്മെന്റ് ആയതുകൊണ്ട് തന്നെ. നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഈ കോഴ്സ് പഠിച്ചിട്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഷബാനയ്ക്ക് ഉണ്ടായിട്ടുള്ളത്? നല്ല ക്ലാസ്സുകളാണ് IT അക്കാദമിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവാണ്. ഞാൻ 2 മാസം ലേറ്റ് ആയിട്ടാണ് ക്ലാസ് തുടങ്ങി 2 മാസം ലേറ്റ് ആയിട്ടാണ് കയറിയിരുന്നത്. ടീച്ചേഴ്സ് അത്യാവശ്യം നല്ല എന്താ പറയുക എക്സ്ട്രാ ടൈം എടുത്തിട്ട് തന്നെ പഠിപ്പിച്ച് മറ്റുള്ള കുട്ടികളെ കൂടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ സാറിൻ്റെ നല്ല മോട്ടിവേഷൻ ക്ലാസ്സുകളും ജീവിതത്തിൽ വളരെ ഉപകാരമായി. IT അക്കാഡമിയിൽ പഠിച്ചതിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യൂ. എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞാൻ +2 പഠിച്ച് ഇത് ബേസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കാരണം എന്താ വെച്ചാൽ മോർണിംഗ് വൈബ്സ് ആയിട്ടും പിന്നെ ഇംഗ്ലീഷ് ക്ലാസ്സൊക്കെ ആയിട്ടൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, PPTTC, CTTTC ഒക്കെ ഒരുമിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ നമ്മളെ മോർണിംഗ് വൈബ്സിൽ ഓരോ നമുക്ക് സ്റ്റേജുമൊക്കെ വിളിച്ചിട്ട് ഓരോ നമുക്ക് പ്രവൃത്തികൾ തരും. അതൊക്കെ മയക്ക് പിടിച്ചിട്ട് സത്യം പറഞ്ഞാൽ മയക്ക് പിടിച്ചിട്ട് ഒരു പ്രാക്ടീസ് ഒന്നും ഉണ്ടായില്ല. അതിനൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് എന്താ സത്യം പറഞ്ഞാൽ അങ്ങനെ സ്റ്റേജിമ കയറിയുള്ള പെർഫോമൻസുകൾക്ക് ഇൻട്രസ്റ്റഡും ആണ്. അത് കിട്ടിയത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ IT അക്കാദമി തന്നെ അത്രയും ഒരു എന്താ പറയുക ഇതിലേക്ക് എത്തിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം മറ്റുള്ള നമ്മുടെ കാലഘട്ടത്തിലൊന്നും സ്റ്റേജിമ കയറാനുള്ളൊരു സപ്പോർട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അത് കിട്ടിയിട്ടുള്ളത് IT അക്കാദമിയിൽ നിന്ന് തന്നെയാണ്. അത് എനിക്ക് മാത്രമെന്നല്ല അവിടെ വന്ന ഓരോ സ്റ്റുഡൻറ്റിനും. അത് എത്ര സൈലൻ്റ് ആയിട്ടുള്ള കുട്ടികളാണെങ്കിലും ഇവിടുന്ന് എന്താ സ്റ്റേജ് പെർഫോമൻസിന് അവർ നല്ല ആക്റ്റീവായിട്ടാണ് ഇപ്പോൾ അവരിറങ്ങിയിട്ടുള്ളത്. മോർണിംഗ് വൈബ്സ് അതുപോലെ ഇംഗ്ലീഷ് ക്ലാസ് ആ കാര്യത്തിലൊക്കെ നമ്മൾ കയ്യിൽ എന്താണോ ടാസ്ക് തരുന്നത് ആ ടാസ്ക് കംപ്ലീറ്റ് ആക്കാതെ എത്ര മടിച്ചു നിന്നിട്ടും കാര്യമില്ല. അത് കംപ്ലീറ്റ് ആക്കാതെ നമ്മളെ വിടൂല. അതന്നെ സത്യം. അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് എൻ്റെ കൂടെ ഉള്ള തന്നെ ഒരുപാട് ആളുകൾക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഷബാനയുടെ വാല്യൂബിൾ ആയിട്ടുള്ള ടൈം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ കണ്ടു ഇയാൾ ഒരുപാട് ബിസി ആയിരുന്നു. എന്തായാലും ഇയാളുടെ വർക്കിലേക്ക് എല്ലാവിധ വിശ്വസം നേരുന്നു. താങ്ക് യു. താങ്ക് യു മാഡം.